ഹായ് ഓൾ, 2024 ഓസ്കാർ അവാർഡുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓസ്കാർ അവാർഡ് എത്രാമത്തെ ആയിരുന്നു? ഇത്തവണത്തെ 96ാമത് ഓസ്കാർ അവാർഡായിരുന്നു. അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ തീയതി, എന്നാണ് ഓസ്കാർ അവാർഡ് കൊടുത്തത്? മാർച്ച് 10, 2024 ഓസ്കാർ അവാർഡ് കൊടുത്തത്. വേദി എവിടെയായിരുന്നു? ഡോൾബി തിയേറ്റർ, ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിലാണ് ഓസ്കാർ അവാർഡ് കൊടുത്തത്. അടുത്തത് അവതാരകൻ ആരായിരുന്നു? ജിമ്മി കിമ്മലാണ്. ഓസ്കാർ അവാർഡിന്റെ അവതാരകൻ ആരായിരുന്നു? ജിമ്മി കിമ്മലാണ്. ഇനി ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ഓപ്പൺഹൈമർ. 7 അവാർഡുകളാണ് ഓപ്പൺഹൈമറിന് കിട്ടിയത്. അടുത്തത് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ ലഭിച്ചതും ഓപ്പൺഹൈമറിനായിരുന്നു. 13 നാമനിർദ്ദേശങ്ങൾ, അഥവാ 13 നോമിനേഷൻസ് ആർക്ക് ലഭിച്ചു? ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ചിത്രത്തിന് ലഭിച്ചു. അതിൽ 7 എണ്ണത്തിന് ഓപ്പൺഹൈമർ അവാർഡ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് ഓസ്കാർ അവാർഡ് 2024, 2023 കൂടെ ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കി പോകാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തേത് മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ. ഈ ഓപ്പൺഹൈമർ എന്ന് പറയുന്നതിനകത്ത് ഒരു ഹൈ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ആലോചിക്കുക. ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു പിക്കിനല്ലേ മികച്ച ചിത്രമായിട്ടുള്ള അവാർഡൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓപ്പൺഹൈമർ ആണ് മികച്ച ചിത്രം. ഇനി 2023 ഏതാണ്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന് പറയുന്ന ചിത്രമായിരുന്നു. അപ്പോൾ 2024 മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടിയത് ഏത് ചിത്രമാണ്? ഓപ്പൺഹൈമർ ആണ്. അടുത്തത് മികച്ച നടൻ ആരാണ്? ഓപ്പൺഹൈമറിലെ അഭിനയത്തിന് കിലിയൻ മർഫിയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം കിളിപോയ നടനാണ് ഇത്തവണ ഓസ്കാർ അവാർഡ് കിട്ടിയതെന്ന് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. അപ്പം കിളിപോയ നടനായിരുന്നു ഓസ്കാർ അവാർഡ് കിട്ടിയത്. അതിൽ നിന്ന് കിലിയൻ മർഫി എന്ന് ആലോചിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫിയാണ്. ഓപ്പൺഹൈമറിലെ അഭിനയത്തിനാണ് ലഭിച്ചത് അവാർഡ്. അടുത്തത് 2023 ആർക്കായിരുന്നു? ദ വെയിൽസ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബ്രണ്ടൻ ഫ്രേസർക്കായിരുന്നു. അപ്പോൾ ബ്രണ്ടൻ ഫ്രേസർക്കായിരുന്നു 2023 ഓസ്കാർ അവാർഡ് ലഭിച്ചത്, ദ വെയിൽസ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന്. അപ്പോൾ 2024 സ്ട്രെസ് ചെയ്ത് പഠിക്കുക. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫിയാണ്. കിളി പോയ നടനാണ് ഇത്തവണ ഓസ്കാർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഇനി മികച്ച നടി ആരാണ്? എമ്മ സ്റ്റോൺ ആണ്. മികച്ച നടി ആരാണ്? എമ്മ സ്റ്റോൺ. അതായത് പുവർ തിങ്സിലെ അഭിനയത്തിനാണ്. അതായത് അഭിനയം പുവർ ആയിരുന്നത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോൺ വെച്ച് എറിയാൻ തോന്നും എന്നോ ആലോചിച്ച് വെക്കുക. അപ്പം മികച്ച നടി ആരാണ്? എമ്മ സ്റ്റോൺ ആണ്. എമ്മ സ്റ്റോൺ ആണ് മികച്ച നടി പുവർ തിങ്സിലെ അഭിനയത്തിന്. ഇനി 2023 മികച്ച നടി ആരാണ്? മിഷേൽ യോ. നമ്മളൊരു അവാർഡൊക്കെ കിട്ടുമ്പോഴേക്കും യോ എന്ന് പറയുന്നത് വെക്കത്തില്ലേ? അപ്പം മിഷേൽ യോ ആണ് ആര്? 2023 മികച്ച നടി ഓസ്കാർ അവാർഡ്സിൽ. അവർ ഏത് സിനിമയായിരുന്നു അഭിനയിച്ചത്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. അപ്പം 2024 മികച്ച നടി ആരാണ്? എമ്മ സ്റ്റോൺ ആണ്, പുവർ തിങ്സ്. അപ്പം നമ്മളിപ്പോൾ 3 എണ്ണം നോക്കി. മികച്ച സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. മികച്ച നടി എമ്മ സ്റ്റോൺ, പുവർ തിങ്സിലെ അഭിനയത്തിന്. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫിയാണ് ഓപ്പൺഹൈമറിലെ അഭിനയത്തിന്. അടുത്തത് മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. ക്രിസ്റ്റഫർ നോളൻ ആണ് മികച്ച സംവിധായകൻ. ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനാണ്. അപ്പൊ മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. അദ്ദേഹത്തിന്റെ മറ്റ് സിനിമകൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതായത് ഇന്റർസ്റ്റെല്ലാർ, ഇൻസെപ്ഷൻ അങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ സംവിധായകൻ കൂടിയാണ് ആര്? ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്നത്. അപ്പം മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനാണ്. അപ്പം മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. ഇനി 2023 2 പേര്, ഡാനിയൽ ക്വാനും ഡാനിയൽ ഷൈനർട്ടും. ഇത് ഏതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ്? സംവിധായകനാണ്. എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകന്മാരാണ്. അപ്പൊ ഡാനിയൽ ക്വാനും ഡാനിയൽ ഷൈനർട്ടും. ഇനി 2024 ഓസ്കാർ അവാർഡ്, മികച്ച സംവിധായകനുള്ള ഓസ്കാർ അവാർഡ് നേടിയത് ആരാണ്? ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ ആണ്.
അടുത്തത് മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ്? ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പാണ് മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് നേടിയത്. അപ്പോൾ എന്തെങ്കിലും സാധനം ഷോർട്ടായാൽ നമ്മൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്? റിപ്പയർ ഷോപ്പിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് വെക്കുക. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ്? ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പാണ്. ഇനി 2023 ഇന്ത്യക്ക് ഏറ്റവും അഭിമാനമായിട്ടുള്ള എന്താണ്? എലഫന്റ് വിസ്പേഴ്സ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനാണ്. ഇന്ത്യയുടെ ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ എൻട്രി ആയിരുന്നു. ഇന്ത്യയുടെ എലഫന്റ് വിസ്പേഴ്സ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനാണ് എന്ത് കിട്ടിയത്? അവാർഡ് കിട്ടിയത്. എലഫന്റ് വിസ്പേഴ്സിന്റെ സംവിധായക ആരാണ്? കീർത്തികി ഗോൺസാൽവസ് ആണ്. അടുത്തത് മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഏതാണ്? ഈ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമും ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമും തമ്മിൽ മാറിപ്പോരുത്. അടുത്തത് മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഏതാണ്? 20 Days in Mariupol. നമ്മൾ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ എഴുതാനുണ്ടാകുമ്പോഴാണല്ലോ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുന്നത്. അപ്പം അങ്ങനെ ജസ്റ്റ് ആലോചിച്ച് വെക്കുക. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഏതാണ്? 20 Days in Mariupol ആണ്. ഓക്കെ. ഇനി മികച്ച ഒറിജിനൽ സോങ് ഏതാണ്? വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. ബാർബി എന്ന് പറയുന്ന സിനിമയിലെ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന പറയുന്ന സോങ് ആണ് ഏതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? മികച്ച ഒറിജിനൽ സോങ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി 2023 ഏതായിരുന്നു? RRറിലെ നാട്ടു നാട്ടു എന്ന് പറയുന്ന സോങ് ആണ് മികച്ച ഒറിജിനൽ സോങ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ്? മികച്ച സംവിധായകൻ ഓപ്പൺഹൈമറിലെ ക്രിസ്റ്റഫർ നോളൻ ആണ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം 2024 ആർക്കാണ് കിട്ടിയത്? ഏത് ഫിലിമിനാണ്? ഏത് ഷോർട്ട് ഫിലിമിനാണ്? ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പിനാണ്. അതുപോലെ തന്നെ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഏതാണ്? 20 Days in Mariupol ആണ്. അടുത്തത് മികച്ച ഒറിജിനൽ സോങ് ഏതാണ്? വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. ബാർബിയിലെ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ ആണ്. അടുത്തത് മികച്ച വിഷ്വൽ എഫക്ട്സ്. ഗോഡ്സില്ല -1 എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഇത്തവണത്തെ മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത്. മികച്ച ആനിമേറ്റഡ് ഫിലിം ദ ബോയ് ആൻഡ് ദി ഹെറോൺ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. അപ്പം മികച്ച ആനിമേറ്റഡ് ഫിലിം ഏതാണ്? ദ ബോയ് ആൻഡ് ദ ഹെറോൺ എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച ആനിമേറ്റഡ് ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത്. അപ്പം മികച്ച ആനിമേറ്റഡ് ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? ദ ബോയ് ആൻഡ് ദ ഹെറോൺ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. അടുത്തത് മികച്ച ഒറിജിനൽ തിരക്കഥ അനാട്ടമി ഓഫ് എ ഫോൾ. അനാട്ടമി ഓഫ് എ ഫോൾ എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയത്. അപ്പം മികച്ച ഒറിജിനൽ ചിത്രത്തിനുള്ള ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയത് ഏത് ഫിലിമാണ്? അനാട്ടമി ഓഫ് എ ഫോൾ എന്ന് പറയുന്ന ചിത്രമാണ്. അടുത്തത് മികച്ച സഹനടൻ. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. ഓപ്പൺഹൈമറിലെ അഭിനയത്തിന് തന്നെ മികച്ച സഹനടനുള്ള അവാർഡ് കിട്ടിയത് ആർക്കാണ്? റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. അപ്പോൾ സഹനടൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ജൂനിയർ ആയിരിക്കുമല്ലോ, അതുപോലെ തന്നെ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് വെക്കുക. റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. അടുത്തത് മികച്ച സഹനടി. മികച്ച സഹനടി എന്താണ്? ഡാവിൻ ജോയ് റാൻഡോൾഫ് ആണ്. അപ്പം മികച്ച സഹനടി ആരാണ്? ഡാവിൻ ജോയ് റാൻഡോൾഫ് ആണ്. അപ്പം മികച്ച സഹനടി ആരാണ്? ഡാവിൻ ജോയ് റാൻഡോൾഫ് ആണ്. ഹോൾഡോവേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയത്തിനാണ് അവർക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയത്. അടുത്തത് മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ഏതാണ്? അത് സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. UK-യുടെ എൻട്രി ആയിരുന്നു. അപ്പോൾ മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ഏതാണ്? ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇനി 2022 ഏതായിരുന്നു? ജർമ്മൻ ഫിലിം ആയിട്ടുള്ള ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന ചിത്രമായിരുന്നു. അപ്പം ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന ചിത്രത്തിനാണ് 2023 ഓസ്കാർ അവാർഡ് ലഭിച്ചത്. ജർമ്മൻ എൻട്രി ആയിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ ആർക്കാണ്? 2024 ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് ലഭിച്ചത്. അടുത്തത് മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ ആരാണ്? ഹോളി വാൻഡിങ്ടോൺ ആണ്. അപ്പോൾ കോസ്റ്റ്യൂം ഡ്രസ്സാണല്ലോ, അപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ഹോളി വാൻഡിങ്ടോൺ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ ആരാണ്? ഹോളി
വാൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ ഹോളി വാൻഡിങ് ആണ്. മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ഏതാണ്? ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. മികച്ച സഹനടി ആരാണ്? ഡാവിൻജോയ് റാൻഡോൾഫ് ആണ്. മികച്ച സഹനടൻ ആരാണ്? റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. മികച്ച ഒറിജിനൽ തിരക്കഥ അനാട്ടമി ഓഫ് എ ഫോൾ. അതുപോലെ തന്നെ മികച്ച ആനിമേറ്റഡ് ചിത്രം ഏതാണ്? ദ ബോയ് ആൻഡ് ദ ഹെറോൺ. മികച്ച ഒറിജിനൽ സോങ് വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. ഇനി മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാണ്? 20 Days in Mariupol. അടുത്തത് മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. ഓപ്പൺഹൈമറിന്റെ സംവിധായകനാണ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഏതാണ്? ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പാണ്. അടുത്തത് മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്, പുവർ തിങ്സിലെ അഭിനയത്തിന്. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫി ആണ് മികച്ച നടൻ. മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. ഇനി ഒരു കാര്യം പറയട്ടെ, അതായത് ഓസ്കാർ അവാർഡിലെ പ്രൈസ് മണി എത്രയാണെന്നറിയോ? 0 ആണ്. അതായത് ഓസ്കാർ അവാർഡിന് പ്രൈസ് മണി, അതായത് ക്യാഷ് പ്രൈസ് ഇല്ല, ഒരു ട്രോഫി മാത്രമേ ഉള്ളൂ. അതായത് ഒരു ബ്രോൺസ് സ്റ്റാച്യു ആണ്. അത് 24 കാരറ്റ് ഗോൾഡ് കൊണ്ട് ജസ്റ്റ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഏകദേശം ഒരു $400 ഒക്കെ വാല്യൂ ഉള്ള സ്റ്റാച്യു ആണ് ഓസ്കാർ അവാർഡായിട്ട് കൊടുക്കുന്നത്. ഗ്ലോറി ഈസ് മോർ ദാൻ മണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് വരുന്നത് ഓസ്കാർ അവാർഡിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഓസ്കാർ അവാർഡ് 2024 നോക്കിയത്. താങ്ക് യു.